മാതൃഭൂമി ന്യൂസ് ബിഗ് ബ്രേക്കിംഗ് ആണ്. കണ്ണൂരിൽ റെജിൽ മാക്കുറ്റിയാണ് കെ സുധാകരൻ മുന്നോട്ട് വെക്കുന്നത്. അമൽ തേനമ്പറമ്പിൽ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നുണ്ട്. കെ സുധാകരൻ മാറുമ്പോൾ കെ സുധാകരന് പകരക്കാരനായി കണ്ണൂരിൽ ആര് മത്സരിക്കും? ആ ചോദ്യത്തിനുള്ള മറുപടി റെജിൽ മാക്കുറ്റിയാണോ? റെജിൽ മാക്കുറ്റിയുടെ പേര് നിർദ്ദേശിക്കുകയാണ് കെ സുധാകരൻ. കെ സുധാകരനോട് ഈ അനുനയ ചർച്ചകളൊക്കെ ആദ്യഘട്ടത്തിൽ നടത്തിയപ്പോൾ തന്നെ താങ്കൾക്ക് ഏതെങ്കിലും പേരുണ്ടെങ്കിൽ അവിടെ നിർദ്ദേശിക്കാം എന്നുള്ള കാര്യം നേരത്തെ തന്നെ ഹൈക്കമാൻഡ് വ്യക്തമാക്കിയിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ റെജിൽ മാക്കുറ്റിയുടെ പേര് ഈ ചർച്ചകൾക്കിടെ കെ സുധാകരൻ നിർദ്ദേശിക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാനാവുന്നത്. ഇത് സംബന്ധിച്ച് കെ സുധാകരന്റെ ഓഫീസിൽ നിന്നും ഇത് രേഖാമൂലം തന്നെ ഇത്തരം ഒരു ആവശ്യം ഹൈക്കമാൻഡിന് മുന്നിലേക്ക് എത്തുന്നു എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. പക്ഷേ ഒരു കാര്യമുണ്ട്, ഈ പട്ടിക തയ്യാറായിരിക്കുന്ന പട്ടികയാണ്. ഏറ്റവും ഒടുവിൽ നമുക്ക് വന്ന വാർത്ത പോലും ടി.ഒ. മോഹനന്റെ പേര് അവിടെ ഉറപ്പിക്കുന്നു എന്നുള്ള തരത്തിലാണ്. ആ പേര് ഇതുവരെയും മാറിയിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ കെ സുധാകരൻ ഇങ്ങനെ ഒരു നിർദ്ദേശം മുന്നോട്ട് വെച്ചാൽ അത് ഈ പട്ടികയിൽ ഒരു മാറ്റത്തിന് കാരണമാകുമോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ടി.ഒ. മോഹനാണ് എങ്കിൽ ടി.ഒ. മോഹൻ അനുകൂലിച്ച് ഇന്ന് നമ്മളവിടെ DCC ഓഫീസിന് മുന്നിലെ ആൾക്കൂട്ടമൊക്കെ കണ്ടതാണ്. രണ്ട് ഭാഗമായി തിരിഞ്ഞു നിന്നുള്ള പ്രശ്നങ്ങളായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. അപ്പോൾ ടി.ഒ. മോഹനെ പിൻവലിച്ചുകൊണ്ട് ഏകദേശം പ്രഖ്യാപിക്കാൻ തീരുമാനിച്ചിരിക്കുന്ന ഒരു പേര്, ഉറപ്പിച്ചു വെച്ചിരിക്കുന്ന ഒരു പേര് മാറ്റി അവിടെ റിജിലിന്റെ പേര് വരുമോ എന്നുള്ളതാണ് കണ്ടറിയേണ്ടത്. എന്തായാലും കെ സുധാകരൻ തന്റെ ജില്ലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട അനുയായികളിൽ ഒരാളായ റെജിൽ മാക്കുറ്റിയുടെ പേര് കണ്ണൂർ മണ്ഡലത്തിലേക്ക് നിർദ്ദേശിക്കുന്നു എന്നുള്ള വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. കാര്യം ശരി. എന്തായാലും കെ സുധാകരനെ അന്വയിപ്പിക്കാൻ കോൺഗ്രസ് നേതൃത്വത്തിന് കഴിഞ്ഞു. അപ്പോഴും രണ്ടാം ഘട്ട പട്ടിക, കോൺഗ്രസിന്റെ പട്ടിക ഈ നിമിഷവും വന്നിട്ടില്ല. ഇന്ന് കേരളത്തിൽ വന്നിറങ്ങിയ VD സതീശൻ പറഞ്ഞ കാര്യം ഇന്നോടെ 140 മണ്ഡലങ്ങളിലും UDFന്റെ സ്ഥാനാർത്ഥിമാരാരാണ് എന്നുള്ള കാര്യം കേരളത്തിലെ ജനങ്ങൾക്ക് ബോധ്യപ്പെടും എന്നുള്ളതാണ്. സമയം 9 മണിയാകുന്നു. ഇനി എപ്പോഴാണ് കോൺഗ്രസിന്റെ രണ്ടാം ഘട്ട പട്ടിക വന്ന് സ്ഥാനാർത്ഥികൾ ആരാണ് എന്ന് അറിയുക എന്നുള്ള കാര്യം അവിടെ അവശേഷിക്കുന്നുണ്ട്.